ഗുഡ് മോർണിംഗ്. ഗ്രീറ്റ് യു ഇൻ ജീസസ് നെയിം. ഞാൻ എൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷവും ധൈര്യവും ഞാൻ ബിൽഡ് ചെയ്തെടുത്തല്ല കേട്ടോ, നാച്ചുറലാണ്. കർത്താവിനുള്ളൊരു ഉറപ്പാണ്, ധൈര്യം. ഞാൻ ഈ ദിവസങ്ങളിൽ രാത്രിയിലെ കർത്താവിനെ ഉണർത്തും. ചില ദിവസങ്ങളിൽ 1 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 1 മണിക്കൂർ കർത്താവിൻ്റെ കൂടെ ഇരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നതറിയാം. ഞാൻ കുറച്ച് കാര്യം അങ്ങോട്ട് പോയി, കർത്താവ് മറുപടി കുറച്ച് കാര്യം ഇങ്ങോട്ട് പോയി. ഇന്നലെ എനിക്ക് 3 മണിയായപ്പോൾ എഴുന്നേറ്റ്. 3 മണി ഒരു 4 മണി വരെ ഞാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ സ്റ്റഡിയുണ്ട്, അവിടെ ടേബിളുണ്ട്. ഞാൻ അവിടോട്ട് പില്ലോ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കുറേ കമന്ന് കിടന്നു. കർത്താവിൻ്റെ മടി കിടക്കുക. കർത്താവ് ഇങ്ങനെ നമ്മുടെ മുടി കൂടെ കൈ ഓടിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഐ ആം ജസ്റ്റ് എക്സ്പീരിയൻസിങ് ഹിസ് ലവ് ആൻഡ് കെയർ. അതിനുശേഷം സംസാരിക്കാം. ധൈര്യപ്പെടുത്താൻ തുടങ്ങി, ബലപ്പെടുത്താൻ തുടങ്ങി. എന്നോട് പറഞ്ഞത് ഇത് വലിയൊരു അനേകർക്ക് ഒരു ധൈര്യത്തിനും അനേകരെ ഉറപ്പിക്കാനും അനേകരെ കർത്താവിലേക്ക് ആ ഒരു ശരിയായ റിലേഷൻഷിപ്പ്. നമുക്ക് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനും വർഷങ്ങളോളം ഞാനും ഒരു ക്രിസ്ത്യൻ തന്നെയായിരുന്നു. പക്ഷേ ഒരു ശരിക്കുള്ളൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഡീപ്പ് റൊമാൻറ്റിക് പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം, ആ സ്നേഹം, കരുതലൊക്കെ അനുഭവിച്ച് കർത്താവിനെ സ്നേഹിച്ച് അനുസരിച്ച് ബാക്കിയെല്ലാം അതിന് ശേഷം ആ റിലേഷൻഷിപ്പ്. എന്നോട് പറഞ്ഞു, നിൻ്റെ റിലേറ്റീവ്സും നിൻ്റെ ഫ്രണ്ട്സ് ഇത് ഞാൻ അനുവദിച്ചത് അനേകർക്ക് വേണ്ടിയിട്ടാണ്. നിന്നെ ഞാൻ അതിന് മുഖാന്തരം. ഇതിൽ വലിയൊരു സന്തോഷം തന്നെ വേണ്ടത്. ഐ വാസ് സോ ഹാപ്പി. ഞാൻ 2 പ്രാവശ്യം കരഞ്ഞുള്ളൂ ഇത് അറിഞ്ഞപ്പോൾ. ഒന്ന് ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ 2 മിനിറ്റ് പറഞ്ഞു. ഇന്നലെ വെളുപ്പിനെ കർത്താവിനോട് എൻ്റെ എല്ലാവരും ഞാനുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഇതിൽ എൻ്റെ കൂടെ നിൽക്കുന്ന, ഈ പ്രതിസന്ധിയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന, എനിക്കൊരു പ്രാർത്ഥിക്കുന്ന അനേകർ കർത്താവുമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് ബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അത് കരുതി സങ്കടം കൊണ്ടല്ല, ഐ വാസ് സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എടാ ഈ പറയുന്ന കടുകുണിയോ അല്ലെങ്കിൽ വലിയ വൃക്ഷമാകുന്ന വിത്തൊന്നും അല്ല വിഷയം. പിന്നെ എന്നോട് ആദ്യം പറഞ്ഞു, ഈ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ എന്താ പറയുന്നത്, എൻ്റെ ഒരു സ്വഭാവമെന്നോ നേച്ചറെന്നോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഒരു സ്ഥാനം. സ്നേഹം പോലെ തന്നെ വിശ്വാസം, ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നേച്ചർ എന്ന് കൂട്ടി. അപ്പം അതിൻ്റെ ഒരു മെഷർ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റേതായതുകൊണ്ട് നിങ്ങളുടേതല്ലത്, ഞാൻ തന്നത്. അതാ പത്രോസ് പറയുന്നത്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം, ദൈവം നമുക്ക് തരുന്ന വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇവിടെയാണ് മേജറായിട്ട് ഒരു ഫൗണ്ടേഷണൽ കറക്ഷൻ വരുന്നത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നിലനിൽക്കത്തില്ല. ദാറ്റ് വിൽ ബി ഫേക്ക്. ഒരു നല്ല പ്രതിസന്ധി വരുമ്പോൾ അത് തീരും. അതേസമയം ഇത് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. നമ്മളതിനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളതിനെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. അത് കുലുങ്ങാൻ നിൽക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഹൃദയത്തിൽ സംശയിക്കാതെ പോയി കടലിൽ പതിക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ബട്ട് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ സ്വഭാവമാണ്, എൻ്റെ ആട്രിബ്യൂട്ടാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന എൻ്റെ തന്നെ സ്വന്തം ആ നേച്ചറിലുള്ളതായത്. അതിൻ്റെ ചെറിയൊരളവുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് പടർന്ന് പന്തലിക്കുന്നോ അതിനകത്ത് നിറച്ച് വിത്താണെന്നല്ല എൻ്റെ മീനി. ഇതെൻ്റേതായതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നതായതുകൊണ്ടും നിങ്ങൾക്കിത് ആവശ്യമായതുകൊണ്ടും അതിൻ്റെ ചെറിയൊരളവുണ്ടെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ഡു മൈറ്റി തിങ്സ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കാതെ അവർക്കതിൻ്റെ ആ മർമ്മം പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം പരിശുദ്ധാത്മാവിനോട് ഞാൻ ആദ്യമൊക്കെ എനിക്ക് നല്ല എക്സാമ്പിൾസ് തരും. കാരണം ഞാൻ തന്നെ ഒരു പൊട്ടറാണ്. ഞാൻ തന്നെ ഇത് ഗ്രഹിച്ചിട്ടുള്ളൂ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. പരിശുദ്ധാത്മ അടുത്ത ചോദ്യം ചോദിക്കുക. ഈ പൊട്ടാസ്യം സൈനൈഡ് നമുക്കറിയാം, മാരകമായ വിഷമാണ്. പൊട്ടാസ്യം സൈനൈഡ് ആരെങ്കിലും കാക്കിലെടുത്ത് കഴിക്കണോ? തട്ടിപ്പാൻ വേണ്ട. അതൊന്ന് തൊട്ട് നാക്കിൻ്റെ അറ്റത്തൊന്ന് വെച്ചാൽ മതി, ആളന്നരതി. ഇറ്റ് ഈസ് സോ പവർഫുൾ. എന്നോട് കഥ പറയാം, അല്ല ഇറ്റ് ഈസ് ആ പൊട്ടാസ്യം സൈനൈഡ് പവർഫുൾ ആണെങ്കിൽ മൈ ഫെയ്ത്ത് ഇറ്റ് ഈസ് സോ പവർഫുൾ. ഇറ്റ് ക്യാൻ ഡു അമേസിങ് തിങ്സ്, വണ്ടർഫുൾ തിങ്സ്. നമ്മൾ
ആ ചിന്തിക്കുന്നതിനപ്പുറം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വിശ്വാസമല്ല, അത് ദൈവത്തിൻ്റേതായിരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ വിശ്വാസം നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ പലരും പറഞ്ഞു മിറ്റയുടെ വിശ്വാസം എന്നോ, എനിക്ക് ലഭിച്ച വിശ്വാസം, പത്രോസിന് ലഭിച്ച വിശ്വാസം, എന്നെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരും കർത്താവിന് വിശ്വാസം തന്നിട്ടുണ്ട്, വിശ്വാസത്തിൻ്റെ അളവ് തന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം നമ്മളത് എക്സസൈസ് ചെയ്യുന്നു. നമ്മളത് എക്സസൈസ് ചെയ്യാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊരു വലിയൊരു ബോധ്യമില്ല. ഈ ബോധ്യം നമ്മൾ വരണമെങ്കിൽ കർത്താവുമായിട്ട് നമ്മളൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് പോകാം. ഒരു പേഴ്സണൽ ഒരു ബന്ധത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് പിടികിട്ടത്തുള്ളൂ ഈ കർത്താവ് നമ്മുടെ ഉടയവൻ മാത്രമല്ല, അല്ലെങ്കിൽ ക്രിയേറ്റർ മാത്രമല്ല, നമ്മുടെ സ്നേഹവാനായ അപ്പൻ കൂടെയാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് ഒരു ക്രിസ്ത്യനോട് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ബൈബിൾ അറിയാവുന്നവരാണ് ആദ്യം അത് ആശിക്കുന്നുണ്ട്, ഉറപ്പും കാണാത്ത കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞു. ഡെഫിനേഷൻ എല്ലാവർക്കും എന്തുകൊണ്ടാണ് അത് അപ്ലൈ ചെയ്യാത്തത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് വിശ്വാസമായിട്ട് നമുക്ക് പരിണമിക്കുന്നില്ല. ഈ എബ്രായ ലേഖനത്തിൽ ഒരു വചനമുണ്ട്, കേട്ടത് അവർക്ക് വിശ്വാസമായിട്ട് പരിണമിക്കാത്തത് കൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സദ്വാർത്തയെ പറയുന്നത്, സുവിശേഷം പറഞ്ഞു കേട്ടത് അവർക്ക് വിശ്വാസമായിട്ട് പരിണമിക്കാത്തത് കൊണ്ട് അവർക്കത് പ്രയോജനപ്പെട്ടു. കേട്ടതിന് കുഴപ്പമില്ല, പക്ഷേ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എക്സസൈസ് ചെയ്യും. അതാണ് വിഷയം. കഥാവിരിക്കുന്നത്.